ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെച്ചൂസ് മലയാളം. അപ്പം ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഹെർബലായിട്ട് ഷാമ്പു, അതായത് നമ്മുടെ ചെമ്പരത്തി പൂ കൊണ്ട് ഷാമ്പു ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചെമ്പരത്തി പൂ കൊണ്ട് ഞാൻ അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കാണാത്തവർക്ക് പോയി കണ്ടിട്ട് ഇതിലേക്ക് വരാം കേട്ടോ. ഓക്കെ, അടിപൊളി ഒരു ഷാമ്പു ആയിരുന്നു അത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്രയും ഇതുള്ളൊരു മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട്. കാരണം ചെമ്പരത്തിപ്പൂവ് ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ മുടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ പോകാൻ ഏറ്റവും ബെറ്ററാണ്. സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളൊക്കെ പോകാനും സിലിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് നമ്മളെ ഈ ഒരു ചെമ്പരത്തി. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഷാമ്പുവും കൂടെ അതായത് ഷാമ്പൂവിൻ്റെ ബേസും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അടിപൊളി റിസൾട്ടാണ് വരുന്നത്. ഷാമ്പൂവിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ അധികം ചേർക്കുന്നില്ല. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, താല്പര്യമുള്ളവർ പോയി കണ്ടുവരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തതെന്ന് പറയണമെങ്കിൽ ഷോപ്പിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഷോപ്പിലുള്ള കുട്ടിയാണ് കേട്ടോ. അവളുടെ മുടിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഓൾറെഡി ഞാൻ എൻ്റെ മുടി ചെയ്തു ഓക്കെ എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് കുട്ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രിസി ഹെയർ ആണ്, മോളത് കുറച്ച് ഓയിലി ആയിട്ടുള്ളൊരു ഹെയർ ആണ്. അത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ വെള്ളം നനച്ചതിന് ശേഷം മാത്രം ആണ് ഏത് ഷാമ്പൂസും യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഇത് നല്ല അപ്പോഴാണ് നല്ല പതയും തലയിലുള്ള ചളി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോരുള്ളൂ. നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഷാമ്പു കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലെടുത്തിട്ട് ആദ്യം തലയോട്ടിയിലാണ് തേക്കേണ്ടത്. അത് ഏത് ഷാമ്പൂസ് ആയാലും തലയോട്ടിയിൽ തേച്ചതിന് ശേഷമാണ് നമുക്ക് താഴോട്ട് വരേണ്ടത്. നന്നായിട്ട് മസാജിങ് കൊടുത്തിട്ട് അങ്ങനെ വേണം. ഇപ്പോൾ ഈ ഒരു ഇതിൽ ചെയ്യുന്ന ആ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്യാൻ. ചിലരുണ്ടാവും മറ്റേ എന്താ പറയുക, അങ്ങോട്ട് ഉരച്ച് കഴുകും. അങ്ങനെയൊന്നും കഴുകാൻ പാടില്ല. മെല്ലെ മെല്ലെ നമുക്കൊരു മസാജിങ് കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഒരു ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും എല്ലാത്ത കാര്യങ്ങൾക്കും നമ്മളെ സ്കിന്നിൽ, അതായത് മുടിയിൽ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഡെഡ്സും കാര്യങ്ങളൊക്കെ പോരാനും എല്ലാത്തിനും നല്ലൊരു കാര്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ മൈൽഡായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ ആ ഒരു രീതിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഷാമ്പു വേണ്ടവർക്ക് അവരവരെ മുടിക്കനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ചൊരു ഇതുണ്ടായാൽ മാത്രമേ ചളി പോരുള്ളൂ. കാരണം ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കൂടുതൽ എടുത്താലാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുക. ഇത് പത ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ചെടുത്താൽ പത ഉണ്ടാവില്ല. കാരണം അധികമായിട്ട് ബേസ് നമ്മൾ ചേർത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തലയോട്ടിയിൽ ചെയ്തതിന് ശേഷം ആ പത തന്നെ നമുക്ക് അടിയിലേക്കും, അതായത് മുടീൻ്റെ അടിഭാഗത്തേക്കും എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതായത് തലയോട്ടിയിൽ തേച്ച് കഴിഞ്ഞപ്പോൾ അടിയിലേക്ക് മുടിയിലേക്ക് തേക്കാൻ കുറച്ചും കൂടെ ഷാമ്പു എടുക്കണം എന്ന് വിചാരിക്കേണ്ട. ആ ഷാമ്പു തന്നെ പത താഴോട്ടാക്കി പിടിച്ചാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പത്തൊരു ചെമ്പരത്തിൻ്റെ ഒരു ഷാമ്പു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. ഷോപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്, മസാജ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചളി പോയിട്ടുണ്ട്. മുടിയിൽ ചളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മുടിയിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നോ അത്രത്തോളം നമ്മളെ മുടിക്ക് നല്ല കാര്യമാണ് കേട്ടോ. പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ, എത്രത്തോളം നെറുകിൽ വെള്ളം ഒഴിക്കുന്നോ അത്രത്തോളം തണുപ്പ് നമ്മൾ തലയ്ക്ക് കിട്ടുമെന്ന്. അതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ തല കഴുകാൻ വേണ്ടിയിട്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പോരരുത്, നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോഴും അതിനും നല്ലൊരു കാര്യമാണ് നമ്മളെ മുടിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അടുത്തത് തല തുടച്ചതിൻ്റെ ശേഷം നമ്മൾ മോളുടെ മുടി, അതായത് കാരണം ഷോപ്പിലായതുകൊണ്ട് തന്നെ അവൾ മുടി ഒന്ന് ഉണക്കണമല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രയർ വെച്ച് ഉണക്കുകയാണ്. പക്ഷേ അത് കൂളിലിട്ടിട്ടാണ് ഉണക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ കൂളിലിട്ട് ഉണക്കാൻ വേണ്ടി ശ്രമിക്കുക. ചൂടിലിട്ട് ഒരിക്കലും ഉണക്കരുത്. കുറച്ച് സമയം എടുത്താലും ബെനിഫിറ്റ് അങ്ങനെയാണ് കേട്ടോ. ഏറ്റവും ബെറ്റർ അങ്ങനെ. ഇനിയിപ്പോൾ ഡ്രയർ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മുടി
ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് അതിങ്ങനെ ഉണക്കിയാലും മതി. ഒരു 15 മിനിറ്റ് കെട്ടി വെച്ചതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ അതിലേക്ക് അബ്സോർബ് ആവുമല്ലോ ആ ഒരു കോട്ടണിലേക്ക്. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് എന്താണ് എടുത്ത് മാറ്റുമ്പോൾ തന്നെ കുറേ നമ്മളെ മുടി വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോ ആ മുടി നല്ല അടിപൊളി സിൽക്കി ആയിട്ട് കിട്ടി, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ മുടി. അത് നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ, അങ്ങനെ പാറി പോകുന്ന ആ ഒരു ടെൻഡൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളി നമ്മളെ ഷാമ്പു ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. വേറൊരു വീട്ടിൽ കാണാം. ബൈ ഡിയർ ഫ്രണ്ട്സ്.